ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് ജിൻഡോ ജാസ്മിൻ എല്ലാവരും കത്തി നിന്ന എപ്പിസോഡായിരുന്നു. ജാസ്മിനെ കുറിച്ച് കുറേ ന്യൂസസ് എല്ലാം വന്നു. ഒന്നും അറിയാതെ കുറേ പേര് വീഡിയോസ് എല്ലാം ഇട്ടു. ഒന്നും അറിയാതെ ഫാക്റ്റ് എന്താണെന്നറിയാതെ വീഡിയോസ് ഇട്ടു. അവിടെ ഒരു അടി നടന്നിട്ടുണ്ട്. പക്ഷേ ജാസ്മിൻ എവിക്റ്റ് ആയിട്ടില്ല എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ജാസ്മിൻ എവിക്റ്റ് ആയിട്ടില്ല. നാളെ നമുക്ക് എപ്പിസോഡ് നോക്കി ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഇതിനിടയ്ക്ക് ജിൻഡോയുടെ കാര്യം പ്രത്യേകം പറയണം. ജിൻഡോയുടെ ജഡ്ജ്മെൻ്റൊക്കെ ഭയങ്കര ഫണ്ണിയായിരുന്നു. അതിനകത്ത് ഫെയർ ആണോ അൺഫെയർ ആണോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാരണം ടിക്കറ്റ് ഫിനാലേക്കിടെ ബോണസ് പോയിൻറ്റിനുള്ള ഗെയിമാണ്. സോ എല്ലാവരും തന്നെ ജിൻഡോയെ ഫോളോ ചെയ്ത് ബാക്കിയുള്ള ജഡ്ജസ് എല്ലാം തന്നെ പോയിൻറ്റ്സ് ഇട്ടത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ജിൻഡോ ലീഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം എല്ലാവരുടെയും ഫേസിൽ നിന്നും ഷാർപ്പ് ആൻഡ് ബ്രില്യൻ ജാസ്മിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനിയാണ് റിയൽ ആയിട്ടുള്ള ഗെയിം നടക്കാൻ പോകുന്നത്. പെട്ടു മോനെ, നീ പെട്ടു. ജിൻഡോയ്ക്ക് ഉറപ്പായിട്ടും ജാസ്മിൻ പ്ലാൻ ചെയ്യും. ജാസ്മിൻ നമ്മൾ കാണുന്ന പോലല്ല, ഭയങ്കര ഷാർപ്പാണ്, ഭയങ്കര ബ്രില്യൻ്റാണ്. ചെയ്തു വെച്ച മണ്ടത്തരങ്ങളാണോ എന്നുള്ളത് ജാസ്മിൻ വെളിയിൽ ഇറങ്ങിയിട്ട് നമുക്ക് കാണാം. ഞാൻ അതിനെക്കുറിച്ച് കമൻ്റ് ഒന്നും പറയുന്നില്ല. ഗബ്രിയായിട്ടുള്ള വിഷയമാണ് ഞാൻ പറയുന്നത്. അത് വെളിയിൽ ഇറങ്ങുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും. ഇത് മലയാളം ബിഗ് ബോസ് ആയതുകൊണ്ടാണ് അത് വലിയ വിഷയമായത്. ഇനിയൊന്ന് പറയാനുള്ളത് എനിക്ക് അർജുൻ ആൻഡ് ശ്രീതുവിനെ കുറിച്ചാണ്. ചിലപ്പോൾ അർജുനും ജാസ്മിനും കൂടെ നല്ല ഫ്രണ്ട്ഷിപ്പ് കാണാം നമുക്ക്. അത് 2-3 ദിവസമായിട്ട് കാണുന്നുണ്ട്. അതിന് മുന്നേ തന്നെ ഞാൻ പല പ്രാവശ്യം നോട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഇതിനിടയ്ക്ക് കയറി റസ്മിൻ കളിക്കുന്നതാണ് നമുക്കൊരുമാതിരി മാമാപ്പണി ചെയ്യുന്ന പോലെ തോന്നുന്നത്. റസ്മിൻ എന്തിൻ്റെ ഒരു ബിഹേവിയർ ആണെന്ന് എനിക്കറിയത്തില്ല. എന്ത് ടൈപ്പ് ഓഫ് ബിഹേവിയർ ആണെന്നും അറിയത്തില്ല. അത് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ് ഇല്ലാത്ത പോലെ ബിഹേവ് ചെയ്യുന്നത്. എല്ലാവരുടെയും ഇടയ്ക്ക് കയറി മാമാപ്പണി ചെയ്യുന്ന പോലെ ഉണ്ട്. പിന്നെ ശ്രീതു അർജുനോട് കാണിക്കുന്ന ഒട്ടും ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. തനിക്ക് ഗുണമില്ല എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീതു പുറകോട്ട് വലിഞ്ഞു. ഇത്ര നാളും ഗുണമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അർജുൻ്റെ പുറകെ നടന്നു. അർജുൻ അത്രയ്ക്കൊരു കണ്ണിങ് ആയിട്ടുള്ള, അത്രയ്ക്കൊരു ക്രൂവലായിട്ടുള്ള, അർജുൻ ഈസ് വെരി നോട്ടി ബട്ട് ബ്രില്യൻറ്റ്. ക്രൂവൽ കണ്ണിങ് ഒന്നുമല്ല. ശ്രീതു അങ്ങനെയല്ല. ശ്രീതു ഭയങ്കര സെൽഫ് സെൻറ്റേർഡ് ആണ്. തൻ്റെ കാര്യം മാത്രം നോക്കിയിരിക്കുന്ന ഒരു കുട്ടിയാണ്. അമ്മ വന്ന് പറഞ്ഞതും അങ്ങനെ കട്ട് ചെയ്തു. സോ അതിൽ നിന്ന് നമുക്ക് അവരുടെ മനസ്സ് മനസ്സിലാക്കാം. എത്ര കട്ടിയും എത്ര സ്വന്തം കാര്യം നോക്കിയുള്ള സെൽഫ് സെൻറ്റേർഡ് ആയിട്ടൊരു പേഴ്സണാണ് ശ്രീതു എന്നുള്ളത്. പിന്നെ അപ്സരയൊക്കെ ഒടിഞ്ഞു പോയി അവിടെ ഇരിക്കുന്നതാണ്. പിന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ മ്യൂട്ടഡ് ആണ്. അതുകൊണ്ട് നമ്മൾ അവരെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇന്ന് പറയാനുണ്ടായിരുന്നത്, പിന്നെ സിജോ പുറത്ത് പോയി എക്സ്റേ ഒക്കെ എടുത്തു വന്നു. സിജോ, സായി, നന്ദന ഒരു ടീമായിട്ട് കളിക്കുന്ന പോലെ തോന്നി. ഒരു ടീമല്ല, ഒരു ലൈൻ വലിച്ച് പ്ലേ ചെയ്യുന്നുണ്ട്. അത് ഒന്നും സക്സസ് ആവാൻ പോകുന്നില്ല. സായിയുടെ ഗെയിം നമുക്ക് എന്താണെന്ന് ശരിക്കും മനസ്സിലാണ്. സായി പതുക്കെ ലൈൻ അവിടെ ഇവിടെ ഇങ്ങനെ എല്ലായിടത്തും ഇട്ടിട്ട് പോവുകയാണ്. അതായത് സായിയുടെ വ്ളോഗിൽ പണ്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നോട് ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയാണ് സംസാരിക്കുന്നത്, അവൻ്റെ ഉദ്ദേശം എന്താണ്, എന്നോട് ഫ്രണ്ട്ഷിപ്പിന് വന്നാൽ, വ്ളോഗിൽ പറഞ്ഞിരുന്നതാണ്, എന്തിനാണെന്ന് ഞാൻ ചിന്തിക്കും, 10 വട്ടം ചിന്തിക്കുമെന്ന് പറഞ്ഞ സായിയാണോ ഇവിടെ വന്ന് ഇത്രയും നല്ലവനായിട്ട് കളിച്ച് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത്? അതൊരിക്കലും ഫെയർ ആണെന്ന് അതൊരിക്കലും അല്ല. അത് സായിയുടെ ഫേസ് അല്ല. സായി മാറി എന്ന് പറയുന്നു. എനിക്ക് സായി മാറിക്കാണും ചിലപ്പോൾ. ഒരു ഇത്രയും പേരെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ സായിക്ക് അതൊരു ഹോസ്റ്റലാണെന്ന് തോന്നുന്നുണ്ടായിരിക്കും. പുറത്തിറങ്ങി കഴിയുമ്പോൾ ആസ് യൂഷ്വൽ പഴയ സീക്രട്ട് ഏജൻറ്റ് തന്നെയാകും. ഇനി യാതൊരു സംശയമില്ല, പഴയ സീക്രട്ട് ഏജൻ്റായിട്ട് തന്നെ വരും. നാളെ സായിയുടെ വൈഫ് വരുന്നുണ്ടെന്ന് പറയുന്നു. പിന്നെ അപ്സരയുടെ വീട്ടിലെ അമ്മയും ഹസ്ബൻഡും വരുന്നുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ്. നാളെ നമുക്ക് ലൈവിൽ കാണാം അവരുടെ അടി എന്തായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത്. പ്ലേറ്റ് പൊട്ടിത്തെറിച്ചു, ചോര വന്നു എന്നൊക്കെ പറയുന്നത് എന്താണ് അതിൻ്റെ ഫാക്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കിയറിയാം. അങ്ങനെ അത്രയും വലിയ കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ചെറിയ വഴക്കുണ്ടായിട്ടുണ്ട്. പിന്നെ 2 പേർക്കും ചെറിയ ഓളിയും ആയതുകൊണ്ട് വഴക്കിൻ്റെ ഇത് നമുക്ക് ഡെപ്ത് നമുക്കറിയാം. സോ കാത്തിരുന്ന് കാണാം.